നമസ്കാരം. ഗീതാമൃതത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ആധ്യാത്മിക അവബോധമുണ്ടാക്കാൻ, ജീവിതത്തെ ശുദ്ധീകരിക്കാൻ പ്രയത്നം ചെയ്യുന്നവരുടെ എണ്ണം എത്ര കുറവാണ്. ജീവിതത്തിൽ അനേകാനേകം കാര്യവ്യവഹാരങ്ങളിൽ മുഴുകുമ്പോൾ ആത്മശുദ്ധീകരണത്തിൻ്റെയും സ്വപരിവർത്തനത്തിൻ്റെയും പാഠം പലപ്പോഴും നാം മറന്നു പോകുന്നു. ജീവിതത്തിൽ ഉന്നത മേഖലകളിലെത്തിയവരെല്ലാം ഇടയ്ക്കിടയ്ക്ക് അവരവരെ തന്നെ പുതുക്കാൻ സമയമെടുക്കാറുണ്ട്. ഏറ്റവും താഴേക്കിടയിലുള്ള ആൾക്കും ഏറ്റവും മേലേക്കിടയിലുള്ള സമൂഹത്തിൽ ഉന്നത സ്ഥാനം വഹിക്കുന്ന വ്യക്തിക്കും ഒരുപോലെ ആവശ്യമാണ് ആത്മനിരീക്ഷണവും ആത്മശുദ്ധീകരണവും. ഭഗവത്ഗീതയിൽ ഭഗവാൻ നൽകുന്നതും ഈ സന്ദേശം തന്നെയാണ്. ഈ കലിയുഗ കാലഘട്ടത്തിൽ പലതരം പ്രശ്നങ്ങളുടെയും കാര്യവ്യവഹാരങ്ങളുടെയും ഇടയിൽ വീർപ്പുമുട്ടുമ്പോൾ നമുക്കും ചിന്തിക്കാൻ കഴിയണം, ജീവിതത്തെ ശുദ്ധീകരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും. നമുക്ക് അന്വേഷിക്കാം. ഇന്നത്തെ ചർച്ചയിൽ എന്തുകൊണ്ട് വളരെ കുറച്ച് പേർ മാത്രം ആത്മശുദ്ധീകരണത്തിനായി താല്പര്യം കാണിക്കുന്നു. ഈ യാത്രയിൽ നമ്മെ നയിക്കാൻ എന്നത്തെയും പോലെ നമ്മോട് കൂടെയുണ്ട് ആദരണീയ രാജയോഗിനി ബ്രഹ്മകുമാരി പങ്കജ് ബഹൻ. ബഹൻജി, ഇന്നത്തെ ചർച്ചയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഓം ശാന്തി. ആധ്യാത്മിക മാർഗം ഗീത മുന്നോട്ട് വയ്ക്കുന്നതും ധാരാളം ബഹൻജി പറഞ്ഞതനുസരിച്ച് സൃഷ്ടിചക്രത്തിൽ മനുഷ്യൻ അധപ്പതിക്കാൻ തുടങ്ങിയ അന്ന് മുതൽ, ദ്വാപര യുഗം മുതൽ പലതരം അന്വേഷണങ്ങളായിട്ടും യാത്രകളായിട്ടും ജപതപങ്ങളായിട്ടും പൂജാതി കർമ്മങ്ങളായിട്ടും മനുഷ്യൻ ഈ ആത്മശുദ്ധീകരണം നടത്താൻ ശ്രമിക്കുകയാണ്. ഇന്ന് നമ്മൾ കലിയുഗത്തിൽ നോക്കുകയാണെങ്കിൽ ഇത്രയും വലിയ ജനസംഖ്യ ഒരു ഭാഗത്ത് 700 കോടിയോളം, അതിൽ ആത്മനിരീക്ഷണത്തിനായി അല്ലെങ്കിൽ ആത്മശുദ്ധീകരണത്തിനായി പുറപ്പെടുന്നവരുടെ എണ്ണം തന്നെ വളരെ കുറവ്. എന്തുകൊണ്ട് ഇത്രയും കുറച്ച് പേർ? ഗീതയിലും ഭഗവാൻ പറയുന്നു, 1000-ൽ ഒരാൾ മാത്രം എന്നെ അന്വേഷിക്കാൻ ആരംഭിക്കും. എല്ലാം വളരെ ചുരുങ്ങിയ അനുവാദം മാത്രമേ കാണുന്നുള്ളൂ. ഇത് അന്വേഷണത്തിനായി ഒരുമ്പെടുന്ന ഒരാൾക്ക് നിരാശ ഉണ്ടാക്കില്ലേ? ഇത് വന്നിട്ട് അതിൻ്റെ മഹത്വം മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് മനുഷ്യാണാം സഹസ്രേഷു എന്ന് പറഞ്ഞിരിക്കുന്നത്. SLC പരീക്ഷ ലക്ഷക്കണക്കിന് പേര് എഴുതാറുണ്ട്. പക്ഷേ PhD-യോ അല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രിയോ ഒക്കെ കുറച്ച് പേരെ എടുക്കാറുള്ളൂ. അതേപോലെ വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഈ വിഷയത്തിലേക്ക് താല്പര്യം വരുള്ളൂ എന്ന് പറയുമ്പം ഞാൻ ചിലപ്പോൾ അതിലുണ്ടാവില്ല എന്ന് നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ട. ആ 1000-ൽ ഒരാൾ എന്ന് പറയുന്നത് ഞാനാണ് എന്ന് പോസിറ്റീവായിട്ട് നമ്മൾ എടുക്കുകയാണ് വേണ്ടത്. പിന്നെ ജനങ്ങളുടെ വിചാരം ഇതൊക്കെ മഹർഷിമാർക്കോ അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നവർക്കോ ഒക്കെയാണ്, ഗൃഹസ്ഥത്തിൽ സാധിക്കില്ല, കുട്ടികൾക്കിത് ആവശ്യമില്ല എന്നൊക്കെയാണ്. ഒരു 60 വയസ്സിന് ശേഷം അങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ കൊണ്ടായിരിക്കാം ഒത്തിരി പേര് വരാത്തത്. ഗീത പറയുന്നത് 1000 പേര് വന്നാൽ അതിലും ഒരാൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുള്ളൂ എന്ന്. എന്താ വെച്ചാൽ ഇത് അത്രത്തോളം എല്ലാവർക്കും ജനറലി ചെയ്യാൻ പറ്റുന്നല്ല. സ്റ്റെയർ കേസിൻ്റെ താഴെ കുറേ പേര് നിൽക്കുന്നുണ്ട്, പക്ഷെ മുകളിൽ 5-6 പേർക്കാണ് ഉയരങ്ങളിലെത്താൻ സാധിക്കുന്നത്, ഗോപുരത്തിലെത്താൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒന്നാകണം ഞാൻ എന്ന് നമുക്ക് തോന്നണം. അപ്പോൾ നമുക്കതിലേക്ക് വരാൻ സാധിക്കും. അപ്പോൾ ഈ ആത്മനിരീക്ഷണത്തിന് വേണ്ടി ആരംഭിക്കുന്ന ഒരാൾ, ആത്മശുദ്ധീകരണത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന ഒരാൾ, ഈശ്വരൻ വളരെ വ്യക്തമായി പറയുന്നത് നിങ്ങൾ കോടിയിൽ ചിലരാണ് അല്ലെങ്കിൽ 1000-ങ്ങളിൽ ചിലരാണ്. അപ്പോൾ അത് നമ്മുടെ തന്നെ നേരത്തെ പറഞ്ഞ സെൽഫ് റെസ്പെക്റ്റ്, നമ്മളൊരു എപ്പിസോഡിൽ സംസാരിച്ചിരുന്നു, സെൽഫ് റെസ്പെക്റ്റിനെ വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത്. ഞാൻ വിശേഷാത്മാവാണ്, എനിക്ക് അങ്ങനത്തെ വിഷയത്തിൽ താല്പര്യം വരുമ്പോൾ നമുക്ക് നമ്മളോട് സ്നേഹം വരണം, റെസ്പെക്റ്റ് വരണം. നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും അങ്ങനത്തെ വിഷയത്തിൽ താല്പര്യം വരുമ്പോൾ നമുക്ക് അവരോട് സ്പെഷ്യൽ റെസ്പെക്റ്റ് വരണം. അതിന് വേണ്ടിയിട്ടാണ്. മാത്രമല്ല 1000-ൽ അല്ലെങ്കിൽ കോടിക്കണക്കിന് പേരിൽ ചിലർ മാത്രം അന്വേഷിക്കാൻ ആരംഭിക്കുന്നു. അതിൽ ചിലർ ശരിയായ വഴിയിലൂടെ മുന്നേറുന്നു. ആ മുന്നേറുന്നവരിലും ചിലർ ഇടയ്ക്ക് വെച്ച് പൂർണ്ണമാക്കാതെ നിർത്തിയിട്ട് പോകുന്നു. വളരെ കുറച്ച് പേർ മാത്രം അവസാനം അവശേഷിക്കുന്നു. ഇങ്ങനെ വളരെ വളരെ കുറച്ച് എന്ന കണക്ക് വരുമ്പോൾ, ഇപ്പോൾ നേരത്തെ ബെഞ്ചി പറഞ്ഞു കലിയുഗം ഒരു സത്യയുഗത്തിലേക്ക് മാറണം, അങ്ങനെയാണ് സൃഷ്ടിചക്രം ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന് പറയും. പക്ഷെ ഇത്ര കുറച്ച് പേരാവുമ്പോൾ നമ്മൾ ചുറ്റും കാണുന്നതാണ് ആധ്യാത്മിക മാർഗത്തിൽ, ഇല്ലെങ്കിൽ ആധ്യാത്മിക മാർഗത്തിലേക്ക് വേണ്ട ആത്മശുദ്ധീകരണത്തിനായി എന്തെങ്കിലും ചെയ്യുന്നവരുടെ എണ്ണം തന്നെ വളരെ കുറവാണ്. അപ്പോൾ ഈ ഒരു മാറ്റം അതെങ്ങനെ സാധിക്കും? ഒരു ക്രിട്ടിക്കൽ നമ്പർ ഓഫ് പീപ്പിൾ അവരുടെ തോട്ട് പാറ്റേൺ പോസിറ്റീവായി കഴിഞ്ഞാൽ നെഗറ്റീവായിട്ടുള്ള ലക്ഷക്കണക്കിന് ആൾക്കാരുടെ തോട്ട് പാറ്റേൺസിനെ മറികടക്കാൻ തീർച്ചയായിട്ടും സാധിക്കും. അതുകൊണ്ട് ഒത്തിരി പേര് അങ്ങനെ വരണമെന്നില്ല. പോസിറ്റിവിറ്റിക്ക് അല്ലെങ്കിൽ ശക്തി കൂടുതലാണല്ലോ, നെഗറ്റിവിറ്റി അല്ലെങ്കിലും നെഗറ്റീവാണല്ലോ, അത് ദുർബലമാണല്ലോ. അതുകൊണ്ട് കുറച്ച് പേര് വന്നാലും മതി, ക്വാണ്ടിറ്റി അല്ല ക്വാളിറ്റിക്കാണ് ഇവിടെ പ്രാധാന്യം. അതുകൊണ്ട് തീർച്ചയായിട്ടും സാധിക്കും. നെഗറ്റീവായിട്ടുള്ളത് പല സ്ഥലങ്ങളിലേക്ക് ബുദ്ധി ചിതറും.
നെഗറ്റീവായിട്ടുള്ളവരും ഒന്നിൽ തന്നെ ശ്രദ്ധ ഏകാഗ്രമാക്കുകയാണെങ്കിൽ അതിന് ശക്തി ഉണ്ടായിരിക്കും, നെഗറ്റീവ് ഒന്നിലാണെങ്കിൽ. പക്ഷേ നെഗറ്റീവായിട്ടുള്ളവർ ദുർബലമായതുകൊണ്ട് പലതിൽ, അപ്പോൾ നെഗറ്റീവ് ഒത്തിരി ഉണ്ടല്ലോ കലിയുഗത്തിൽ, അത് കാരണം അതിന് ശക്തി കുറവാണ്. അവർ പല 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 കാര്യങ്ങളിലേക്കാണ് ശ്രദ്ധ വ്യാപരിക്കുന്നത്. പോസിറ്റീവായിട്ടുള്ളത് ആ ഒന്നിൽ തന്നെ ശ്രദ്ധ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനെ വെറും ഈ പഞ്ചഭൂതങ്ങളിലേക്ക്, ജഡമായിട്ടുള്ള ജീവനില്ലാത്ത പഞ്ചഭൂതങ്ങളിലേക്ക് തിരിച്ചിട്ട് തന്നെ നോക്കി എവിടെ എത്തി ലോകം. ടെലിഫോൺ, ടെലിവിഷൻ, കമ്പ്യൂട്ടർ, ഫാക്സ്, സാറ്റലൈറ്റ്സ്, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ, ക്ലോണിങ് ടെക്നോളജി, നാനോ ടെക്നോളജി, അനുദിനം പുതിയത് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ മനുഷ്യ മനസ്സിനെ നോൺ ലിവിങ് എൻറ്റൈറ്റീസിലേക്ക് തിരിച്ചുവിട്ടാൽ തന്നെ ഇത്രയും നേട്ടങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ചൈതന്യമായിട്ടുള്ള ആത്മാവിലേക്ക് തിരിച്ചു വിട്ടാൽ എന്ത് നേടാൻ സാധിക്കില്ല, എവിടെ എത്താൻ പറ്റില്ല. എത്ര ജീനിയസ് ആയിട്ടുള്ള വ്യക്തിയും ബ്രെയിനിൻ്റെ 12 to 15% യൂസ് ചെയ്തിട്ടുള്ളൂ എന്ന് പറയുന്നത്. ഐൻസ്റ്റീൻ പോലെ, ശങ്കരാചാര്യരെ പോലുള്ളവർ മനസ്സിൻ്റെ ജസ്റ്റ് 3% to 5% പവേഴ്സ് യൂസ് ചെയ്യുന്നുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിനെ പൂർണ്ണമായിട്ടും ആത്മീയതയിലേക്ക് തിരിച്ചു വിടുമ്പം അതിന് വളരെയധികം ശക്തിയുണ്ട്. ബെഞ്ചി വീണ്ടും പറയുന്നു ഈശ്വരൻ അടുത്ത ശ്ലോകത്തിൽ, 1000-ൽ ഒരാളൊഴികെ മറ്റാരും എന്നെ ശരിയായി തിരിച്ചറിയുന്നില്ല. അപ്പോൾ ഈശ്വര സാക്ഷാത്കാരം നേടാൻ വേണ്ടി പ്രയത്നിക്കുന്ന ഭക്തനും ഈ ഒരു ശ്ലോകം കുറച്ച് ആശയക്കുഴപ്പമുണ്ടാക്കുന്നതാണ്. എന്താണ് ഈശ്വരനെ ശരിയായി മനസ്സിലാക്കുന്നില്ല എന്ന് പറയുന്നത്? എങ്ങനെയാണ് ഈശ്വരനെ ശരിയായിട്ട് മനസ്സിലാക്കുന്നത്? ഈശ്വരനെ കുറിച്ച് പറയുന്നത് ഭഗവാൻ വേദാന്ത വേദ്യനാണെന്നാണ്. ഇങ്ങനെ ഒരു എന്തെങ്കിലും ആ പ്രശ്നങ്ങൾ നടന്ന സ്ഥലത്ത് പോലീസ് വരുമ്പം, ഒരു കൊലപാതകമൊക്കെ നടന്ന സ്ഥലത്ത് ഒരു സിഗരറ്റ് കുറ്റി കിട്ടിയ, അല്ലെങ്കിൽ ഒരു ഫിംഗർ പ്രിൻറ്റ് കിട്ടിയ, ഒരു ഹാൻഡ് കർച്ചീഫ് കിട്ടിയ അവർ ആളെ കണ്ടുപിടിക്കും അല്ലേ. അല്ല പാദധൂളയെക്കുറിച്ചെങ്കിലും ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് മനസ്സിലാക്കാമായിരുന്നു. പക്ഷെ അതിനെക്കുറിച്ച് പോലും തിരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഒരിക്കൽ ഒരു നാട്ടിലെ ഒരു അച്ഛനും അമ്മയ്ക്കും ഒരു മോന, അവൻ്റെ കൂട്ടുകാരൊക്കെ വെക്കേഷനാണ്, എവിടെയോ പിക്നിക് പോയിരിക്കുകയാണ്, ടൂർ പോയിരിക്കുകയാണ്. ഇവന് ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പം അവൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ എൻ്റെ കൂട്ടുകാരൊന്നുമില്ല കളിക്കാനുണ്ട്, അച്ഛൻ എൻ്റെ കൂടെ കളിക്കണം. അച്ഛൻ പറഞ്ഞു, ശരി, അച്ഛനറിയാം കളിച്ചില്ലെങ്കിൽ ഇവൻ വാശി ഉണ്ടാക്കും, വഴക്കുണ്ടാക്കും, എന്നാൽ ശരി കളിക്കാം, എന്ത് കളിയാണ് കളിക്കേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ ആദ്യം ഓടും, അപ്പോൾ അച്ഛൻ എന്നെ പിടിക്കാൻ വരണം, അച്ഛൻ എന്നെ പിടിച്ചു എന്നിരിക്കട്ടെ, അപ്പം ഞാൻ ഔട്ടായി. പിന്നെ അച്ഛൻ ഓടണം, ഞാൻ അച്ഛനെ പിടിക്കാൻ വരും, ഞാൻ അച്ഛനെ പിടിച്ച് കഴിയുമ്പോൾ വീണ്ടും അച്ഛൻ ഔട്ട്, ഞാൻ ഓടും, അച്ഛൻ പിടിക്കണം, അങ്ങനെയാണെന്ന് പറഞ്ഞു. എന്നാൽ ഓടിക്കോളാൻ പറഞ്ഞു. മോൻ ഓടാൻ തുടങ്ങി. അച്ഛൻ പിടിക്കാൻ പറ്റാത്ത പോലെ അഭിനയിച്ചിട്ട് ഭയങ്കര കഷ്ടപ്പെട്ട് ഓടുന്ന പോലെയൊക്കെ കാണിച്ച് അവന് സന്തോഷമായി, അച്ഛൻ എന്നെ പിടിക്കാൻ പറ്റുന്നില്ല. അവസാനം പിടിച്ചു. ഇനി അച്ഛൻ്റെ ഊഴാണ്. അച്ഛൻ ഇവിടുന്ന് കാശ്മീർ വരേക്ക് ഓടിയാലും മോൻ ഒരിക്കലും അച്ഛനെ പോയി പിടിക്കാൻ പറ്റില്ല. മോൻ അമ്പരം നോക്കി നിൽക്കും, അച്ഛൻ ഭയങ്കര സ്മാർട്ടാണ്, മിടുക്കനാ, എനിക്ക് അച്ഛനെ പിടിക്കാൻ പറ്റില്ല, അച്ഛൻ്റെ അത്ര ഞാൻ എത്തിയിട്ടില്ല, നിരാശയേ വരുള്ളൂ. കളിക്കുന്നത് പ്രോത്സാഹനം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അച്ഛൻ എന്ത് ചെയ്യും, ഓടില്ല. ഇപ്പം പിടികിട്ടെന്ന് തോന്നത്തക്ക രീതിയിലാണ് അച്ഛൻ ഓടിക്കൊണ്ടിരിക്കുക. അച്ഛൻ്റെ ശരിക്കുള്ള കഴിവെടുത്തിട്ട് അച്ഛൻ ഓടില്ല. മോന് എനിക്ക് ഇപ്പം പിടിക്കാൻ പറ്റുന്നുള്ള സന്തോഷത്തോടെ അച്ഛൻ്റെ പിറകെ ഓടിക്കൊണ്ടിരിക്കും. അവസാനം മോൻ തളർന്ന് ഇനി ഓടാൻ വയ്യാണ്ടാകുമ്പോൾ അച്ഛൻ സ്വയം പിടികൊടുക്കും. എന്നിട്ട് പറയും, മോൻ എന്നെ പിടിച്ചു എന്ന് പറയും. ഏകദേശം ആത്മാ പരമാത്മാ തമ്മിലുള്ള കളിയും ഇതുപോലെയാണ്. ഒരിക്കലും മക്കളായിട്ടുള്ള നമുക്ക്, ആത്മാക്കളായിട്ടുള്ള നമുക്ക് നമ്മുടെ സാമർത്ഥ്യം കൊണ്ട് പരമാത്മാവിനെ പിടിക്കാൻ പറ്റില്ല എന്ന് ഈശ്വരനെ അന്വേഷിച്ചിട്ടുള്ള ഋഷിമാരും മാഷന്മാരൊക്കെ ആത്മാർത്ഥമായിട്ട് സമ്മതിച്ചിട്ടുണ്ട്. ദൈവം എപ്പോൾ നമുക്ക് പിടിതരും അപ്പോഴേ നമുക്ക് ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കി. എപ്പോഴാണ് അധർമ്മത്തിൻ്റെ ആധിക്യം വരുന്നത്, ധർമ്മത്തിന് ക്ഷയം സംഭവിക്കുന്നത്, അപ്പോഴാണ് ഈശ്വരൻ സൃഷ്ടിയിൽ അവതരിക്കുന്നത്. അപ്പോഴാണ് ഈശ്വരൻ തന്നെക്കുറിച്ച് നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കി തരാം. അപ്പോഴേ നമുക്ക് ഭഗവാൻ ആരാണ്, എന്താണ് എന്ന് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. പക്ഷെ കളിയേ ഇല്ലെങ്കിൽ മകൻ അച്ഛനെ പിടിക്കാനേ പറ്റില്ല. മകൻ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ബിസിയായിട്ട് കളിക്കുകയാണെങ്കിലും അച്ഛനിലേക്ക് ശ്രദ്ധ വരില്ല. അതേപോലെ ആരാണോ ഈ ലൗകിക കാര്യങ്ങളിൽ പൂർണ്ണമായിട്ടും ശ്രദ്ധ തിരിച്ചു വിട്ടിരിക്കുന്നത്, അവർക്കും ഈശ്വരനുമായിട്ടുള്ള ഈ കളി തുടങ്ങുകയില്ല. അതേപോലെ ഈ ഭക്തിയേ ഇല്ല എന്നിരിക്കട്ടെ, ഈശ്വരൻ പിന്നാലെ ഓടുന്നേ ഇല്ല എന്നിരിക്കട്ടെ, അവർക്കും ഈശ്വരനെ മനസ്സിലാക്കാൻ സാധിക്കില്ല. ആരാണോ ബാക്കി നമ്മുടെ ഭക്തി കൊണ്ടല്ല ദൈവത്തിനെ കിട്ടുന്നത്, ദൈവം സ്വയം പിടിതരുമ്പോഴാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഈശ്വരൻ ഇവിടെ വരുമ്പോഴാണ് ഈശ്വരനെക്കുറിച്ചുള്ള യഥാർത്ഥമായിട്ടുള്ള പരിചയം നമുക്ക് കിട്ടുന്നത്. ഈശ്വരൻ ആരാണോ, എന്താണോ, എങ്ങനെയാണോ നമുക്കത് മനസ്സിലാവുന്നത്. ഭക്തിയിൽ ഈശ്വരനെ വളരെ വളരെ അതിശയോക്തിയോടു കൂടിയാണ് ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ദൈവം സർവജ്ഞനാണ്, എല്ലാം അറിയുന്നവനാണ്. അത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, ചില ആൾക്കാർ വിചാരിക്കും നമ്മുടെ മനസ്സിലത്തെ എല്ലാ കാര്യവും ദൈവത്തിന് അറിയാം.
നമ്മൾ പോലും ചില ആൾക്കാർ എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറയുമ്പോൾ നമുക്ക് താല്പര്യമില്ലാത്ത വിഷയമാണെങ്കിൽ നമുക്ക് താല്പര്യം ഉണ്ടാവില്ല കേൾക്കാൻ, എന്താ ഇവർ ഇങ്ങനെയൊക്കെ വർത്തമാനം പറയുന്നതെന്ന് തോന്നും. അപ്പോൾ ചില അശ്ലീലമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ പരദൂഷണോ നമുക്ക് പോലും ഇതൊന്നും ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ ഭഗവാൻ എല്ലാവരുടെയും ഉള്ളിൽ കയറിയിട്ട് സാധാരണ കലിയുഗത്തിലെ മനുഷ്യരുടെ എല്ലാ വിചാരങ്ങളും നോക്കി കണ്ട് നടക്കും ഇല്ല. ഈശ്വരന് അങ്ങനത്തെ കാര്യത്തിലൊന്നും താല്പര്യമില്ല. അവിടെ സർവജ്ഞൻ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ ഉള്ളിലിരിക്കുന്ന എല്ലാ വിചാരങ്ങളും അറിയുന്നവൻ എന്നല്ല അർത്ഥം. ദൈവത്തിന് അറിയാം കലിയുഗമാണ്, ഇവിടെ ആൾക്കാരൊക്കെ ഇങ്ങനെയാണ് എന്നറിയാമെന്നല്ലാണ്ട് ഓരോരുത്തരെയും മനസ്സിനെ തോട്ട് റീഡർ അല്ല, മനസ്സിനെ വായിക്കുന്ന ആളല്ല. അതേപോലെ നാളെ ഭൂകമ്പം വരും അല്ലെങ്കിൽ അടുത്ത മാസം സുനാമി വരും, ഇതൊക്കെ ആരെങ്കിലും പ്രെഡിക്റ്റ് ചെയ്തിട്ട് അവർ പറയും ഞങ്ങൾ ദൈവമാണ്, ഞങ്ങൾ ത്രികാലദർശിയാണ്. ഈശ്വരൻ അതൊന്നും ചെയ്യില്ല. അല്ലെങ്കിൽ ചിലരെ സുനാമി വന്നപ്പോൾ കുറച്ച് പേരെ രക്ഷിച്ചാൽ അത് അവരെ ദൈവം രക്ഷിച്ചു, ഇവരെ രക്ഷിച്ചില്ല. ദൈവം അങ്ങനെ പക്ഷപാതം കാണിക്കില്ല. നമ്മൾ കർമ്മ ഫിലോസഫിയിലൂടെ മനസ്സിലാക്കി ഇതൊക്കെ മനുഷ്യൻ്റെ കർമ്മവും പിന്നെ ഈ പ്രകൃതി നിയമങ്ങളൊക്കെ പ്രകൃതിയിലെ ശാശ്വതമായിട്ടുള്ള ചില നിയമങ്ങൾ അനുസരിച്ചിട്ടാണ് നടക്കുന്നത്. ഇതിലൊന്നും ഭഗവാൻ കൈവയ്ക്കാറില്ല. ദൈവം സർവജ്ഞൻ എന്ന് പറഞ്ഞാൽ ഈശ്വരനറിയാം വർത്തമാന സമയത്ത് അല്ലെങ്കിൽ ആ ധർമ്മത്തിൻ്റെ ചുതിക്ക് എന്താണ് കാരണം, ഈ ലോകത്തിൽ ഇത്രയും ദുഃഖവും അശാന്തി ഉണ്ടാവാനായിട്ട് എന്താണ് കാരണം, വീണ്ടും മാനവനെ എങ്ങനെയാണ് ധർമ്മത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരേണ്ടത്, അതിനെന്ത് ജ്ഞാനമാണ് മനുഷ്യന് കൊടുക്കേണ്ടത്. ഇത്രയും കാലമുള്ള അറിവാണ് ഇനിയും ദൈവം തരുന്നുണ്ടെങ്കിൽ ഇത്രയും കാലമുള്ള അറിവ് ലോകത്തെ എവിടെ എത്തിച്ചു? സത്യവും തൊട്ട് ലോകം അധപ്പതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി അതുപോലത്തെ അറിവാണെങ്കിൽ തീർച്ചയായിട്ടും ലോകം വീണ്ടും താഴെ പോകുകയുള്ളൂ. അപ്പം ദൈവം തരുന്ന അറിവ് തികച്ചും ഇത്രയും കാലം നിലവിലുള്ള അറിവായിരിക്കില്ല, അത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു അറിവായിരിക്കും. ബാക്കി എല്ലാവരും എല്ലാ മതങ്ങളും ദൈവത്തെ അന്വേഷിക്കുകയാണ്. ഈശ്വരനെ കിട്ടിക്കഴിഞ്ഞില്ലേ, അന്വേഷിക്കുമ്പോഴുള്ള അറിവിനും കിട്ടുമ്പോഴുള്ള അറിവിനും വ്യത്യാസമുണ്ട്. രചയിതാവിനെക്കുറിച്ച് പറഞ്ഞത് തീർച്ചയായിട്ടും അപൂർണ്ണമായിരിക്കും. രചന അപൂർണ്ണമാണ്, അവിടെ രചയിതാവിനെക്കുറിച്ച് പറയുന്ന അറിവ് അപൂർണ്ണമായിരിക്കും. രചയിതാവിനെക്കുറിച്ചും രചനയെക്കുറിച്ചും പറയുന്ന അറിവാണ് പൂർണ്ണം. ആ പൂർണ്ണമായിട്ടുള്ള അറിവ് കിട്ടുമ്പോഴാണ് അർദ്ധജ്ഞാന അപകടം എന്ന് പറയും. പൂർണ്ണമായിട്ടുള്ള അറിവ് കിട്ടുമ്പോഴാണ്, അല്ലെങ്കിൽ ഇത് പറഞ്ഞാൽ അത് പറയും, അത് പറഞ്ഞാൽ ഇത് പറയും, തർക്കിച്ചുകൊണ്ടിരിക്കുക അർദ്ധജ്ഞാനമാണെങ്കിൽ. പൂർണ്ണമായിട്ടുള്ള അറിവാകുമ്പോൾ അവിടെ നമ്മൾ ശാന്തമാകും. ശ്രീരാമകൃഷ്ണ പരമഹംസ ഒരു കഥ പറയുന്നുണ്ട്. ഒരിക്കൽ ഒരു നാട്ടിലൊരു പുതിയതായിട്ട് കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടി അവിടെ എന്തോ ഉത്സവം എന്തോ ആണ് അതിന് വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീട്ടിൻ്റെ ഉള്ളിലെ സ്ത്രീകളെല്ലാം ഇരിക്കുന്നുണ്ട്, പുരുഷന്മാരൊക്കെ പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു അമ്മൂമ്മ വന്നിട്ട് പറഞ്ഞു ആ പെൺകുട്ടിയോട്, എടി നിൻ്റെ കല്യാണത്തിന് ഞാൻ അസുഖമായിട്ട് കിടക്കുകയായിരുന്നു, വരാൻ പറ്റിയില്ല, നിൻ്റെ ഭർത്താവിനെ ഞാൻ കണ്ടിട്ടില്ല, ആരാ നിൻ്റെ ഭർത്താവ് എന്ന് ചോദിച്ചു. പുതുതായിട്ട് കല്യാണം കഴിഞ്ഞ പെൺകുട്ടി ആയതുകൊണ്ട് ആ പെൺകുട്ടിക്ക് നാണക്കേട് നോക്കിയില്ല. അപ്പോൾ പുറത്ത് ചൂണ്ടിക്കാണിച്ചിട്ട് അത് ആ നീല ഷർട്ടിട്ട് നിൽക്കുന്ന അയാളാണോ ചോദിച്ചപ്പോൾ ആ പെൺകുട്ടി നോക്കിയിട്ട് അല്ല എന്ന് പറഞ്ഞു. അത് അപ്പുറത്ത് നിൽക്കുന്നില്ല അതേയാണോ ചോദിച്ചപ്പോൾ ആ പെൺകുട്ടി അല്ല എന്ന് പറഞ്ഞു. അങ്ങനെ പലരെയും കാണിച്ചപ്പോഴൊക്കെ അല്ല എന്ന് പറഞ്ഞു. ആ പെൺകുട്ടിയുടെ സത്യമായിട്ടുള്ള ഭർത്താവിനെ കാണിച്ചപ്പോൾ ആ പെൺകുട്ടി മിണ്ടാതിരുന്നു എന്ന് പറഞ്ഞ പോലെ എപ്പോഴാണ് ഈശ്വരനെ അറിയുക, നമ്മുടെ മനസ്സങ്ങ് ശാന്തമാകും, നമുക്ക് നല്ല തൃപ്തി ഉണ്ടാകും ഈശ്വരനെ അറിഞ്ഞു കഴിയുമ്പോൾ. അതുവരേക്കും നമുക്കൊരു അന്വേഷണം ഉണ്ടാകും. ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ശാന്തമാവുമല്ലോ. കിട്ടാത്തിടത്തോളം കാലം ഇവിടെയാണോ അവിടെയാണോ, കുന്തം പോയാൽ കുടത്തിലും തിരയണം എന്നൊക്കെ പറയില്ലേ എന്ന് പറയുന്ന പോലെ ആ അന്വേഷണം ഉണ്ടാവുമല്ലോ. അതുപോലെ ഈശ്വരനെ കിട്ടിക്കഴിയുമ്പം പിന്നെ അന്വേഷണം ഉണ്ടാവില്ല. അവിടെ നമുക്ക് നല്ല സംതൃപ്തി ഉണ്ടാകും, നമുക്ക് എത്തേണ്ട അവിടെ എത്തി എന്നാകും. ഈശ്വരനെ കിട്ടിക്കഴിഞ്ഞോടുകൂടി അവസാനമല്ല, ഈശ്വരനെ പോലെ ആയിത്തീരണം. അപ്പോഴാണ് ജ്ഞാനം അവസാനിക്കുന്നത്. അറിയുകയല്ല, ആയിത്തീരുമ്പോഴാണ് ജ്ഞാനം അവസാനിക്കുന്നത് എന്നവർക്ക് മനസ്സിലാവും. ബാക്കിയുള്ളവരുടെ അന്വേഷണത്തിൽ ആയിത്തീരാൻ കിട്ടിയിട്ടില്ലല്ലോ, ആയിത്തീരാനായിട്ട്. അതുകൊണ്ട് ആയിത്തീരണം എന്നുള്ള പ്രായോഗികമാക്കണം എന്നുള്ള തലം കുറച്ച് വീക്കാണ്. പക്ഷേ ഈശ്വരനെ കിട്ടിക്കഴിയുമ്പം പൂർണ്ണമായിട്ടും ഈശ്വരൻ തരുന്ന അറിവ് വേസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം ദൈവം പറഞ്ഞു തരില്ല, പൂർണ്ണമായിട്ടും പ്രായോഗികമാക്കാനുള്ള അറിവാണ് തരുന്നത്. ഈ എല്ലാ അച്ഛനും തൻ്റെ മകനെ തന്നെക്കാൾ മുകളിലേക്ക് കൊണ്ടുവരും. അച്ഛൻ്റെ ആഗ്രഹതാണ് എൻ്റെ മകൻ എന്നേക്കാൾ മിടുക്കനാവണം, എന്നേക്കാൾ സ്മാർട്ടാവണം എന്ന ആശ. ഗുരു പോലും തൻ്റെ ശിഷ്യനെ എല്ലാം പറഞ്ഞു കൊടുക്കില്ല, ലേശ അസൂയുണ്ടാവും, എന്നെക്കാളും വലുതായാലും ഒരു പടി താഴെ നിർത്തുള്ളൂ. പക്ഷേ അച്ഛൻ തൻ്റെ മകനെ തന്നെക്കാൾ വലുതാക്കും. 4 പേര് പറയുന്നത് ആര് ജന്മം കൊടുത്ത മകനാണാവോ, അത് ആരുടെ മകനാണാവോ. ഒരാളോട് പറയാം നിങ്ങളുടെ ജ്യേഷ്ഠൻ എന്ത് നല്ല ആളാണ്, നിങ്ങളെന്താ എങ്ങനെയെന്ന് ചോദിച്ചാൽ ആൾക്ക് അത്ര തൃപ്തി ഉണ്ടാവില്ല. നിങ്ങളുടെ അച്ഛൻ എന്തൊരു നല്ല ആളാണ്, ഒരാളുടെ മകനായിട്ട് നിങ്ങളെന്താ എങ്ങനെയെന്ന് ചോദിച്ചാൽ സന്തോഷം ഉണ്ടാവില്ല. നിങ്ങളുടെ അമ്മാമൻ എന്ത് നല്ല ആളാണ്, ഒരാളുടെ മരുമകനായിട്ട് നിങ്ങൾ എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇഷ്ടം ഉണ്ടാവില്ല. ഞങ്ങളുടെ മകനാണ്, പക്ഷെ എന്തോ നല്ല മിടുക്കൻ, എന്തോ നല്ലൊരു കൊച്ച എന്ന് ചോദിക്കുമ്പം മകൻ്റെ മുമ്പിൽ എല്ലാവരും തോൽക്കാനാണ് ഇഷ്ടപ്പെടാം. ബാക്കി എല്ലാവരെക്കാട്ടിലും വലുതെന്ന് കേൾക്കാനാണ് ഇഷ്ടം, പക്ഷെ മകൻ്റെ മുമ്പിൽ ചെറുതെന്ന് കേൾക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഈശ്വരനും നമ്മളെ അച്ഛനാണ്, നമ്മളെ തന്നെക്കാൾ ഉയർന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകണം. അതിനുള്ള അറിവാണ് ദൈവം നമുക്ക് തരുന്നത്. അതാണ് ദൈവത്തെ ജ്ഞാനസാഗരം എന്ന് പറയാൻ കാരണം. ബാക്കി എല്ലാവരും ശാസ്ത്രവേദങ്ങളിൽ നിന്നോ മുതിർന്നവരിൽ നിന്നോ അക്കാഡമിക്കൽ നോളേജോ അല്ലെങ്കിൽ ആധ്യാത്മികമായിട്ടുള്ള അറിവ് ആർജിക്കുന്നവരാണ്. ദേവന്മാർക്ക് ഒരു ഗുരു ഉണ്ട്, ബൃഹസ്പതിയാണ് ദേവന്മാരുടെ ഗുരു. ശ്രീരാമനും ആശ്രമത്തിൽ പഠിച്ചിട്ടുണ്ട്, ശ്രീകൃഷ്ണനും പഠിച്ചിട്ടുണ്ട്, ശ്രീ ബുദ്ധൻ പഠിച്ചിട്ടുണ്ട്. എല്ലാ മതസ്ഥാപകന്മാരും പ്രവാചകന്മാരും എല്ലാ ശ്രേഷ്ഠാത്മാക്കളും ഋഷികളും ഒക്കെ പഠിച്ചിട്ടുണ്ട്. ദൈവത്തിന് ഇവിടുന്ന് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല.
ഈശ്വരൻ സർവജ്ഞനാണ്, എല്ലാം അറിയുന്ന ആളാണ്. അതുകൊണ്ട് ഈശ്വരൻ തരുന്ന അറിവ് ഇവിടെ ഇതുവരയ്ക്കും ഭൂമിയിൽ ഇല്ലാത്തൊരു പുതിയ അറിവായിരിക്കും. ആ അറിവായതുകൊണ്ടാണ് ഒരു പുതിയ സൃഷ്ടി രചിക്കാൻ ആ അറിവിന് സാധിക്കുന്നത്. അടുത്ത ഈശ്വരനെക്കുറിച്ച് തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ചിലർ പറയും ദൈവം പ്രകൃതിയാണെന്ന്. നമുക്കറിയാം പ്രകൃതി രചനയാണ്, രചയിതാവ് വേറെ, രചന വേറെ. അതേപോലെ ചിതൽപുറ്റിലും ചിദാനന്ദ സ്വരൂപം കാണുന്നെന്ന് പറയാം. ചിതൽപുറ്റ് പ്രകൃതിയാണ്, രചനയാണ്, ഈശ്വരൻ രചയിതാവാണ്. ചിലർ പറയും ദൈവം സത്യമാണ്, ഗോഡ് ഈസ് ട്രൂത്ത്, ദൈവം സ്നേഹമാണ് എന്നൊക്കെ പറയും. ഇങ്ങനെ ഒരു പൂവിന് സുഗന്ധമുണ്ട്, തേനുണ്ട്, സൗന്ദര്യമുണ്ട്, നിറമുണ്ട്. പൂ നിറമാണെന്ന് പറഞ്ഞാൽ അത് തെറ്റാണല്ലോ, നിറം മാത്രമല്ലല്ലോ പൂവ്, അതിന് പല ഗുണങ്ങളിലും ഒരു ഗുണമാണത്. സുഗന്ധം ഒരു ഗുണമാണ്. അതേപോലെ ഈശ്വരന് അനേക ഗുണങ്ങളിൽ ഒരു ഗുണമാണ് സ്നേഹം. സ്നേഹം ഈശ്വരനല്ല, സ്നേഹം ഈശ്വരൻ്റെ ഗുണമാണ്. അങ്ങനെ ഈശ്വരനെക്കുറിച്ച് പല തെറ്റിദ്ധാരണകളും ഇവിടെ നിലവിലുള്ളത് കൊണ്ടാണ് ഭഗവാൻ നമ്മളോട് പറയുന്നത്, ഞാൻ ആരാണോ എന്താണോ എന്നെ അതേപോലെ വളരെ വിരളം പേർക്ക് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. സർവ്വശക്തിമാൻ വിചാരിക്കുമ്പോൾ ആൾക്കാർ വിചാരം ദൈവം എന്ത് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും, ഒരു സ്വേച്ഛാധിപതിയെ പോലെയാണ്. ഒരു സുപ്രഭാതത്തിൽ ദൈവത്തിന് തോന്നി രചിക്കണം, അന്ന് രചിച്ചു. ഒരു സുപ്രഭാതത്തിൽ ദൈവത്തിന് ആരും ശിക്ഷിക്കണം തോന്നുമ്പം ദൈവം ശരിക്കും ഒരു ക്രൂരനായിട്ട് ആൾക്കാരെ വകവരുത്തുന്നത് പോലെയൊക്കെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അങ്ങനെ ദൈവം അങ്ങനെ ചെയ്യാറില്ല. ദൈവം പ്രകൃതി നിയമങ്ങൾ ഒരിക്കലും ലംഘിക്കാറേയില്ല. ഈശ്വരൻ സർവ്വശക്തിമാൻ എന്ന് പറഞ്ഞാൽ വേറെ ആർക്കും സാധിക്കാത്തതാണ്. കലിയുഗത്തിൽ ധർമ്മം അത്രത്തോളം അധപ്പതിച്ചു. എങ്ങും അനീതിയും അരാജകത്വവും അധർമ്മവും ഒരിക്കലും ആർക്കും നേരാക്കാൻ പറ്റാത്ത സ്റ്റേജ്. എല്ലാവരും പരിശ്രമിച്ചിട്ട് തോറ്റുപോയവിടെയാണ് ദൈവം ആ കലിയുഗത്തെ വീണ്ടും കൃതയുഗമാക്കി മാറ്റുന്നത്. ഈ 4 യുഗങ്ങളിൽ എല്ലാവർക്കും ഇത്രയും അവസരം ഉണ്ടായിരുന്നു നന്നാക്കാനായിട്ട്, പക്ഷെ ആർക്കും പറ്റിയില്ല. സാവകാശം ഇത് കുത്തനെ വീണില്ലെങ്കിലും നമ്മൾ കുട്ടികൾ കളിക്കില്ല വഴുക്കപ്പാറ, അതുപോലെ ഇങ്ങനെ സ്ലോപ്പായിട്ടാണ് വീണത്. അതുകൊണ്ട് അറിഞ്ഞില്ല വീണ കാര്യം. ബാക്കി വീഴ്ച തന്നെയായിരുന്നു. സത്യുഗം എവിടെ കിടക്കുന്നു, കലിയുഗം എവിടെ കിടക്കുന്നു. ഇത്രയും പേര്, എത്ര കോടാനുകോടി ജനങ്ങൾ ഇവിടെ ജനിച്ചു. ആർക്കും പറ്റാത്തൊരു കാര്യമാണ് ഈശ്വരൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഭഗവാനെ സർവശക്തിമാൻ എന്ന് പറയുന്നത്. എന്താ വെച്ചാൽ ധർമ്മത്തെ ഉദ്ധരിക്കുക, അധർമ്മത്തെ ഇല്ലാണ്ടാക്കുക. അതിനേക്കാൾ വലിയ കർത്തവ്യം എന്താ ഉള്ളത്? ആ ഏറ്റവും വലിയ ടാസ്ക്കാണ് ഈശ്വരൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ സർവശക്തിമാൻ എന്ന് പറയുന്നത്. ഈ വലിയ ഒരു കർത്തവ്യം ചെയ്യുന്നു എന്ന് പറഞ്ഞു, അത് ഈ കലിയുഗത്തിൻ്റെ അന്തിമ സമയത്ത് അങ്ങനെയാണെങ്കിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൽപ്പങ്ങളിൽ എല്ലാ കലിയുഗത്തിലും ഇതുപോലെ ഈശ്വരൻ സൃഷ്ടിയെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കുകയാണ്. അതെ അതെ, എല്ലാ മഹർഷിമാരും പറഞ്ഞിട്ടുണ്ട്. കാലചക്രം എന്ന് ചേർത്ത് എന്താ, ഒരിക്കൽ സംഭവിച്ചത് എത്രയോ കോടാനുകോടി തവണ ഇനി മുമ്പ് സംഭവിച്ചിട്ടുണ്ട്, ഇനിയും കോടാനുകോടി തവണ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ചാക്രികമായിട്ടുള്ള ഈ പ്രക്രിയ, ഇതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒഴിവായി പോകാൻ സാധിക്കുമോ? അതായത് ഞാൻ ഈ കൽപ്പത്തോടുകൂടി ഞാൻ വിചാരിക്കുകയാണ്, ഇനി ഭൂമിയിൽ വന്ന് എനിക്ക് ജന്മമെടുക്കേണ്ട ആവശ്യമില്ല, ഞാൻ ജന്മങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പോകുന്നു, സ്ഥിരമായ മോക്ഷത്തിലേക്ക് ഞാൻ പോവുകയാണ്. അങ്ങനൊരു ചോയ്സ് എടുക്കാൻ ഒരു ആത്മാവിന് സാധിക്കും. ഒരു വലിയ ബോംബെ, ചെന്നൈ പോലത്തെ വലിയ ടൗണാണ്. അവിടെ വളരെ വലിയൊരു ഫ്ലാറ്റ് ഉണ്ട്. ആ ഫ്ലാറ്റിൻ്റെ അടുത്തൊരു പ്ലേ ഗ്രൗണ്ട് ഉണ്ട്. 500 കുടുംബങ്ങൾ ആ ഫ്ലാറ്റിൽ താമസിക്കുന്നുണ്ട്. അവിടുത്തെ കുട്ടികളെല്ലാം കൂടെ ആ പ്ലേ ഗ്രൗണ്ടിൽ വന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ മുകളിലത്തെ ഒരു ഫ്ലാറ്റിലെ ഒരു അച്ഛനമ്മയ്ക്ക് ഒരൊറ്റ കുഞ്ഞേ ഉള്ളൂ. അമ്മ വളരെ ഓമനിച്ചാണ് വളർത്തുന്നത്. അമ്മ പറയണ, മോനെ നീ കളിക്കാൻ പോണ്ട താഴെ, അവിടെ കള്ളപ്പിള്ളേരാണ് അവർ, എപ്പോഴും നീ അവരുടെ അടിയും കൊണ്ട് മുട്ടുമൊക്കെ പൊട്ടി നിന്നെ ഉന്തി തള്ളിയിട്ടിട്ട് നിന്നെ കരയിച്ചിട്ട് അവർ വിടാറ്. അതുകൊണ്ട് ഇന്ന് അമ്മയും മോനും കൂടെ നമുക്ക് വല്ല ഇൻഡോർ ഗെയിംസും കളിക്കാം, ക്യാരംസ് കളിക്കാം, ചെസ്സ് കളിക്കാം എന്നൊക്കെ പറയാണ്. അവന് താഴെ പോയിട്ട് കളിക്കുന്നതായിരിക്കും ഇഷ്ടം, അതോ മുകളിൽ നമ്മുടെ കൂടെ ഇൻഡോർ ഗെയിംസ് കളിക്കുന്നതായിരിക്കും ഇഷ്ടം? തീർച്ചയായിട്ടും താഴെ പോയിട്ട് കളിക്കുന്നതാണ്. അതേപോലെ ഇവിടെ എന്തെല്ലാം കള്ളക്കളിയാണെങ്കിലും മുകളിൽ ഈശ്വരൻ്റെ കൂടെ മിണ്ടാണ്ട് അവിടെ മോക്ഷത്തിൽ ലയിച്ചിരിക്കാനായിട്ട് സത്യത്തിൽ ആത്മാവിന് ഇഷ്ടമല്ല. ആത്മാവിന് ഇവിടുത്തെ കള്ളക്കളിയാണെങ്കിലും ഈ കളിസ്ഥലത്ത് വരാൻ തന്നെയാണ് താല്പര്യം. പിന്നെ ഇപ്പോഴാണ് ഈ ലോകം ഇങ്ങനെ ആയത്. അതുകൊണ്ടാണ് നമുക്ക് മോക്ഷം വേണമെന്ന് തോന്നുന്നത്. സൃഷ്ടിയുടെ ആരംഭത്തിൽ സത്യുഗമായിരുന്നു. അവിടെ സർവ്വ ഐശ്വര്യങ്ങളും സർവ്വസുഖങ്ങളും, എല്ലാവരും നല്ലവരാണ്, നമ്മളും നല്ലവരാണ്, ജീവിതം സത്യമായിട്ടുള്ള എൻജോയ്മെൻ്റ് ആയിരുന്നു. അന്ന് ആരും മോക്ഷത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുമില്ല. ഒന്നാമത് ചില കുട്ടികളില്ലേ കളിച്ചിട്ട് കളി തോൽക്കുന്നറിയുമ്പോൾ അവർ തോൽക്കുന്നത് അംഗീകരിക്കാൻ അവർക്ക് വയ്യ. അതുകൊണ്ട് അവർ പെട്ടെന്ന് ചോദിച്ചു എനിക്ക് ഹോംവർക്ക് ചെയ്യണം, അല്ലെങ്കിൽ അമ്മ വിളിക്കുന്നു, എന്തെങ്കിലും പറഞ്ഞാൽ അവർ ഒളിച്ചോടാൻ നോക്കും. അതേപോലെ കലിയുഗത്തിൽ എല്ലാവരുടെയും ജീവിതം ഏകദേശം തോൽവി പോലെയാണ്. ആർക്കും ഇവിടെ സംതൃപ്തിയില്ല. ഏകദേശം എല്ലാവരും അങ്ങ് ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ മടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങ് വല്ല എളുപ്പ വഴിയുണ്ടോ, ഇവിടുന്ന് ഒളിച്ചോടാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിക്കുന്നത്. ഒരു നല്ല വൃക്ഷത്തിൻ്റെ വിത്ത്
നല്ല ഫലം തരുന്ന വൃക്ഷത്തിൻ്റെ വിത്താണ്. നല്ലൊരു വിത്താണത്. അത് ഒരു കൃഷിക്കാരന് കിട്ടിയാൽ ആ കൃഷിക്കാരൻ വേണമെങ്കിൽ അതിനെ വാക്യൂമിൽ വെച്ചിട്ട് 1000 വർഷം വേണമെങ്കിലും ചീത്തയാവാതെ സൂക്ഷിക്കാൻ പറ്റും. പക്ഷെ ആ കൃഷിക്കാരൻ അങ്ങനെ ചെയ്യില്ല. നല്ല കൃഷിക്കാരൻ അത് വിതച്ച് പല മടങ്ങ് കൊയ്തെടുക്കുക ചെയ്യാം. പല കോടി ഫലങ്ങൾ ഈ 1000 വർഷം കൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ അയാൾ ചെയ്യുക. അല്ലെങ്കിൽ വാക്യൂമിൽ സൂക്ഷിച്ച് വയ്ക്കുകയല്ല ചെയ്യാം. അതേപോലെ ഓരോ മനുഷ്യാത്മാവും വളരെ വലിയ റിസോഴ്സാണ്. സ്നേഹം, ശാന്തി, സന്തോഷം തുടങ്ങിയ അനേക സദ്ഗുണങ്ങളുടെ ഖനിയാണ്, നിധിയാണ്. അപ്പോൾ ഇത്ര നല്ല വിത്തിനെ ഈശ്വരൻ അവിടെ മോക്ഷത്തിൽ മിണ്ടാണ്ട് വെക്കുകയല്ല ചെയ്യുക. ഈശ്വരൻ ആത്മാവാണല്ലോ, പരമനാണല്ലോ. അതുകൊണ്ട് പരമാത്മാ തീർച്ചയായിട്ടും ഈ സൃഷ്ടിയിലേക്ക് അയച്ചിട്ട് അതിൻ്റെ ഗുണം എല്ലാവരും എടുക്കാനായിട്ട് ഉള്ള വഴിയാണ്. ഈശ്വരനാണ് ഈ നാടകത്തിൻ്റെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ സൃഷ്ടിയിൽ ദൈവം ചെയ്തിട്ടുണ്ടാവുള്ളൂ. അല്ലാണ്ട് മോക്ഷത്തിൽ അങ്ങ് ലയിക്കാം. എന്താ പറയുക, നമ്മൾ ഒത്തിരി തപസ്സൊക്കെ ചെയ്താൽ നമ്മൾ അങ്ങ് മോക്ഷത്തിലേക്ക് പോകും, ഈശ്വരൻ ലയിക്കും. ഈശ്വരൻ സർവ്വവ്യാപിയാണ്, എങ്ങും നിറഞ്ഞു നിൽക്കുകയാണെന്ന് പറയും. അപ്പോൾ വീണ്ടും പുല്ലായി പുഴുവായി എല്ലാവിടെയും ആയി. പിന്നെ വീണ്ടും മനുഷ്യനായി തപസ് ചെയ്തിട്ട് കഷ്ടപ്പെട്ടിട്ട് മോക്ഷത്തിലേക്ക് പോയി ഭഗവാന്റെ അടുത്ത് ലയിക്കുമ്പോൾ വീണ്ടും എല്ലാം സർവ്വവ്യാപിയാകും. അപ്പോൾ അതിലർത്ഥമില്ലല്ലോ. അതുകൊണ്ട് ഈശ്വരൻ അതുകൊണ്ട് അങ്ങ് മോക്ഷത്തിൽ ലയിക്കുന്നല്ല ശരി. നമ്മളൊക്കെ നടന്മാരാണ്. നടന്മാർ സ്റ്റേജിൽ വരണമല്ലോ അഭിനയിക്കാനായിട്ട്. അതാണല്ലോ ശരി. അത് നമ്മുടെ വീടാണ്. ഇതെല്ലാ കൽപ്പത്തിലും ഇതുപോലെ തന്നെ അങ്ങനെ വീണ്ടും വീണ്ടും. പക്ഷെ ഇതിനോടനുബന്ധിച്ച് ചോദിക്കുന്ന വേറൊരു ചോദ്യമുണ്ട്. അപ്പോൾ ആത്മാവ് എന്തിന് വേണ്ടിയിട്ട്? ആത്മാവിന് താൻ ഇരിക്കുന്ന സ്ഥാനത്ത് തന്നെ ഇരുന്നാൽ മതിയായിരുന്നു. ആ സ്ഥാനം എന്താണ് എന്നും ഇനി നമുക്ക് ഗീതയിൽ മുന്നോട്ടുള്ള ശ്ലോകങ്ങളിൽ ചർച്ച ചെയ്യണം. എവിടെ നിന്നാണ് ആത്മാവ് ഈ ഭൂമിയിലേക്ക് വരുന്നത്? പിന്നെ അതിനോട് ബന്ധപ്പെട്ട് വേറെയും ചോദ്യങ്ങളുണ്ട്. എന്തുകൊണ്ട് എല്ലാവരും ആത്മാവാണെങ്കിൽ ഈ ജനസംഖ്യ വർദ്ധിക്കുന്നതിൻ്റെ രഹസ്യം എന്താണ്? പക്ഷേ അതിനു മുമ്പ് ബെഞ്ചി, ആ വരവിൻ്റെ ഉദ്ദേശം, ആത്മാവിന് എവിടെയാണ് ഇരിക്കുന്നത് അവിടെ തന്നെ ഇരുന്നാൽ മതിയായിരുന്നു, എന്തിനു ഭൂമിയിലേക്ക് വന്നു എന്നുള്ള ചോദ്യം വന്നാൽ, ഈശ്വരൻ ഒന്നും അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. സുഖ ദുഃഖങ്ങൾക്കൊക്കെ ഉപരിയാണ് ഈശ്വരൻ. അജന്മ, അഭോക്ത, അകർത്ത എന്ന് പറയും. ഭോക്ത ഒന്നും അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമുക്ക് എല്ലാവർക്കും സുഖം അനുഭവിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. സുഖം അനുഭവിക്കണമെങ്കിൽ ഈ പ്രകൃതിയിലേക്ക് വരണം. ഈ പ്രകൃതിയിൽ കൂടെ സുഖം അനുഭവിക്കാൻ പറ്റും. ശരീരം ഉണ്ടെങ്കിൽ സുഖം അനുഭവിക്കാൻ പറ്റും. സാധനങ്ങളുണ്ടെങ്കിൽ അനുഭവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ഈ ജന്മ മരണചക്രത്തിൽ വരേണ്ടി വരുന്നത്, ഈ സൃഷ്ടിയിലേക്ക് വരേണ്ടി വരുന്നത്. എനിക്ക് തോന്നുന്നു ആത്മാവിൽ 7 ഗുണമുണ്ടെന്ന് പറഞ്ഞു. അതെ, മോക്ഷത്തിലിരിക്കുമ്പോൾ ഈ 7 ഗുണങ്ങളുടെ ഒന്നും അനുഭവം ഉണ്ടാവുന്നില്ല. അതെ, ഒരു വിത്തിൻ്റെ ഉള്ളിൽ ജീവനുണ്ട്. പക്ഷെ ആ വിത്തായിരിക്കുമ്പോൾ ആ ജീവൻ ഉറങ്ങുകയാണ്. പഞ്ചഭൂതങ്ങളുടെ കോൺടാക്ട് വരുമ്പോഴാണ് വെള്ളവും വായുവും ചൂടും ഒക്കെ കിട്ടുമ്പോഴാണ് അതിൻ്റെ ജീവൻ ഉണരുന്നത്, പടർന്ന് പന്തലിച്ച് വളർന്ന് വലുതായി തൻ്റെ തനി സ്വഭാവം കാണിക്കുന്നത്. അതുവരെയ്ക്ക് ആ വിത്തായിരിക്കുമ്പോൾ ഉറങ്ങുകയാണ്. അതേപോലെ നമ്മൾ നമ്മുടെ വീട്, ഇത് നാടക സദസ്സാണല്ലോ, ഇഹലോകം പരലോകത്തിലിരിക്കുമ്പോൾ അതാണ് നമ്മുടെ വീട്. അവിടെ ഉണ്ടായിരുന്നപ്പം ആത്മാവിൻ്റെ എല്ലാ ഗുണങ്ങളും സുഷുപ്തിയിലായിരുന്നു, ഡീപ്പ് സ്ലീപ്പിൽ. നല്ല ഡീപ്പ് സ്ലീപ്പിൽ നമുക്ക് സ്ഥലകാല ബോധം പോലും ഇല്ല. ഞാൻ ആരാധന പോലും നമുക്കറിയില്ല, എവിടെ ഉറങ്ങണമെന്ന് അറിയില്ല. അതുപോലത്തെ അവസ്ഥയിലായിരുന്നു അവിടെ. അപ്പം അതൊക്കെ അനുഭവിക്കണമെങ്കിൽ, ഈ സ്നേഹം അനുഭവിക്കണം, സുഖം അനുഭവിക്കണം, ശാന്തി അനുഭവിക്കണമെങ്കിൽ ആത്മാവിനെ ഈ പഞ്ചഭൂതങ്ങളുടെ ശരീരം ധരിക്കണം, ഈ പഞ്ചഭൂതങ്ങളുള്ള ഈ പ്രകൃതിയിലേക്ക് വരണം. ബെഞ്ചി, ഗീതയുടെ ഈ ആഴമേറിയ രഹസ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇനിയും ധാരാളം ചോദ്യങ്ങൾ മനസ്സിലുണ്ട്. ഇനി അടുത്ത എപ്പിസോഡുകളിൽ നമുക്കത് ചർച്ച ചെയ്യണം. കാരണം രഹസ്യങ്ങൾ തുറക്കുമ്പോഴാണ് ജ്ഞാനത്തിൻ്റെ ശക്തി നമുക്ക് ബോധ്യമാവുന്നത്. ഇപ്പോൾ കുറച്ച് സമയം നമുക്കിന്ന് ധ്യാനത്തിൻ്റെ സമയമായിരിക്കുകയാണ്. എല്ലാവരും ചേർന്ന് ഒരല്പസമയം ധ്യാനത്തിന് വേണ്ടിയുള്ള ചിന്ത. ധ്യാനത്തിനായി വളരെ ശ്രദ്ധയോടെ, ശാന്തമായി, തികച്ചും അലേർട്ടായി, അതേ സമയത്ത് റിലാക്സ്ഡായി നമുക്ക് സുഖാസനത്തിലിരിക്കാം. ആത്മാവായ ഞാൻ എന്നെ ഈശ്വരനുമായി യോജിപ്പിക്കുന്നതിനായി അല്പസമയം പരിശ്രമിക്കാനൊരുങ്ങുകയാണ്. ശബ്ദം, കാഴ്ച, സ്പർശം, ഗന്ധം തുടങ്ങിയ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് ഉൾവലിഞ്ഞ് ഭ്രൂമധ്യത്തിൽ എന്നെ തന്നെ കാണാൻ ശ്രമിക്കുകയാണ് ഞാനിപ്പോൾ. സത്യവും നിത്യവുമായ
എൻ്റെ ആത്മസ്വരൂപത്തെ ഞാൻ വ്യക്തമായി ദർശിക്കുന്നു. അനേക കാലമായി ഞാൻ ദേഹമാണെന്ന് തെറ്റിദ്ധരിച്ച് ജീവിക്കുകയായിരുന്നു. ഇപ്പോൾ ഞാൻ എന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. എൻ്റെ യഥാർത്ഥ വാസസ്ഥാനമായ ബ്രഹ്മലോകത്തെയും ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. സ്വർണ്ണ ചുമപ്പ് നിറത്തിൽ സ്വയം പ്രകാശിക്കുന്ന ആത്മലോകം. ആത്മലോകത്തിൽ ഏറ്റവും മുകളിലായി ജ്വലിച്ച തേജസ്സോടെ വാഴുന്ന അതിസൂക്ഷ്മമായ മറ്റൊരു ജ്യോതിയെ ഞാൻ കാണുന്നു. എൻ്റെ ശാശ്വത പിതാവായ പരമാത്മാവിന് സമീപം ചെന്ന് പരമാത്മാവിൽ നിന്ന് പ്രസരിക്കുന്ന ശാന്തിയുടെ ഊർജം ഞാൻ സ്വീകരിക്കുന്നു. ഓം ശാന്തി ശാന്തി ശാന്തി. ധ്യാനത്തിൻ്റെ ഈ വീജികൾ നമ്മുടെ ഉള്ളിൽ നിന്ന് പ്രസരിക്കുമ്പോൾ തന്നെ വളരെയധികം ശാന്തിയുടെ അനുഭവം ഉണ്ടാകുന്നുണ്ട്. പ്രേക്ഷകരും എനിക്ക് തോന്നുന്നു നമ്മോടൊപ്പം ഈ അനുഭൂതിയിലേക്ക് ഇറങ്ങുന്നുണ്ടാകണം. ഇന്നത്തെ ഈ യാത്രയ്ക്ക്, പ്രത്യേകിച്ച് ധ്യാനത്തിൻ്റെ ഈ ആത്മീയ യാത്രയ്ക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. ഓം ശാന്തി. ജീവിതത്തിൽ മുന്നേറുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ധാരാളം കാര്യങ്ങൾ ഗീതയിൽ ഭഗവാൻ നമ്മുടെ മുന്നിൽ നിരത്തുകയാണ്. മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന ചോദ്യം തന്നെയാണ് ഇതിൽ പരമപ്രധാനം. വരും എപ്പിസോഡുകളിൽ കൂടുതൽ ആഴത്തിലുള്ള രഹസ്യങ്ങളുമായി ഗീതാമൃതം നിങ്ങളുടെ മുന്നിലെത്തും. ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം പങ്കെടുക്കുക. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഞങ്ങളെ അറിയിക്കുക.